ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത, ഇതിന് അരി വേണ്ട, അരിപ്പൊടി വേണ്ട, പഴം ചേർക്കുന്നില്ല. പഴത്തിന് പകരം സോഫ്റ്റ് ആവാൻ വേറൊരു സാധനമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുറത്തെല്ലാം പോകുന്നവർക്ക് കൊടുത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ണിയപ്പമാണ്. ഒരാഴ്ച വരെ എല്ലാം കേടാകാതിരിക്കും. അങ്ങനെ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഇതുപോലെ കുറച്ച് നല്ല കളറുള്ള ശർക്കര എടുത്താൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കളർ കിട്ടും. കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കരയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ഈ ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര കഷ്ണങ്ങളെല്ലാം മുഴുവനായിട്ട് അലിഞ്ഞ് കഴിയുമ്പം ഇതൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള പൊടികളെല്ലാം കിട്ടും. അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പൊടിയൊന്നും കടിക്കില്ല. ഇനി ഇത് അരിച്ചിട്ട് മാറ്റി വെക്കണം. ഇത് നല്ല പോലെ തണുത്ത് വരണം. ഈ ശർക്കരപ്പാനി നല്ലോണം തണുത്തതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 100 ഗ്രാം റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3-4 ഏലക്കായ അരിയും കൂടി ഇട്ടിട്ട് ഇതൊരു 2 മിനിറ്റ് വരണം. ഇത് കുതിർന്ന് വന്നതിന് ശേഷം ഇതിൽ 3-4 ഏലക്കായൻ്റെ കുരുവോടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിയാണെങ്കിൽ കൂട്ടുണ്ടാക്കുമ്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മിക്സി ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ വെള്ളത്തോടെ അരച്ചാൽ മതിയെങ്കിൽ അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കിലോ ഗോതമ്പ് പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് 100 ഗ്രാം മൈദപ്പൊടി, 1/2 കിലോ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം 100 ഗ്രാം മൈദപ്പൊടി ഇട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പം ഇതിലുള്ള കട്ടിയും പൊടിയെല്ലാം മാറ്റി കളയാൻ പറ്റും. ഇത് മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് കട്ടയില്ലാണ്ട് പെട്ടെന്ന് കലക്കിയെടുക്കാനും പറ്റും. ഇത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഇതുപോലെ നേരിയതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. മൂത്ത് വരുമ്പം തീ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് ഇതിന് പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതിന് ശേഷം ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തണുത്ത ശർക്കരപ്പാനി നേരത്തെ എടുത്ത് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഗോതമ്പ് പൊടിയിലേക്ക് ഈ ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിക്കണ്ട, ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കണം. ഇത് മാവ് ലൂസായി വരുന്നവരെ ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനി ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച റവ ചേർത്ത് കൊടുത്ത് ഈ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി പഴത്തിന് പകരം ഈ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. കുറച്ച് ക്രിസ്പി ആവും. ചുട്ടെടുത്ത ഉടനെയെല്ലാം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച എള്ളും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് മാവ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 1/4 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ല പോലെ ഇളക്കി അലിയിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് പൊടി ഇട്ട് കൊടുക്കുക, ബേക്കിംഗ് സോഡ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാവ് കലക്കിയെടുക്കുമ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ചെറിയ ചെറിയ കട്ടയെല്ലാം ഉണ്ടാവും. ഇങ്ങനെ പൊടിയായിട്ട് കലക്കി ഒഴിച്ചാൽ മാവ് പെട്ടെന്ന്
മാവിലേക്ക് പെട്ടെന്ന് ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തും. ഈ ബേക്കിംഗ് സോഡ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ ചേർത്ത് കൊടുത്തുകൂടാ. അപ്പം ചുട്ടെടുക്കാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. മാവ് ഇതാ കുറച്ച് കട്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഓരോ ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അത്ര വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ദോശ മാവിൻ്റെ പാകത്തിലാണ് കിട്ടേണ്ടത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പം ചുട്ടെടുക്കുമ്പം എണ്ണ കുടിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുറച്ച് സോഫ്റ്റ് ആവില്ല, കുറച്ച് കട്ടിയായിരിക്കും അപ്പം ചുട്ടെടുക്കുമ്പോൾ. ഇങ്ങനെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3 കപ്പ് വെള്ളം ചേർത്തു. 2.5 കപ്പ് ശർക്കരപ്പാനിയും അരക്കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത്. കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വരണം. അപ്പക്കാര ചൂടാവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്താൽ അപ്പം നല്ല സോഫ്റ്റും അപ്പത്തിന് നല്ലൊരു രുചി ഉണ്ടാവും, നല്ല മണവും ഉണ്ടാവും. ഇനി എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് പൊങ്ങി വരുമ്പം ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. പൊങ്ങി വരുമ്പം മറിച്ചിട്ട് കൊടുത്ത് അടിവശം മൂത്ത് വരുമ്പം വീണ്ടും തിരിച്ചിട്ടിട്ട് 2 വശവും എടുത്താൽ മതി. തീ ഈ സമയത്ത് കുറച്ച് വെക്കണം. ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഉള്ളെല്ലാം വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്താൽ ഇത് ഉള്ളിൽ വെന്ത് കിട്ടൂല. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. മുഴുവൻ മാവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ സമയത്ത് ചൂടോടെ നല്ല ക്രിസ്പി ആയിരിക്കും. പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും ആവും. കണ്ടില്ലേ, അപ്പം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കഴിക്കുമ്പം ചൂടോടെ. ഇത് നാളത്തേക്കെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. പിന്നെ കട്ടിയാവില്ല, നല്ല സോഫ്റ്റായി കിട്ടും. ഇങ്ങനെ പുറത്തേക്കെല്ലാം പോകുന്നവർക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ല ഉണ്ണിയപ്പാന്ന്. കുറച്ച് നാൾ കേടാകാതിരിക്കും. നല്ലൊരു വീഡിയോയുമായി നാളെ വരാൻ.